എക്സ്പ്രസ് ഓർമ്മകളുമായി തൃശ്ശൂരിൽ കുടുംബസംഗമം നടത്തി. ഒരു കാലഘട്ടത്തിൽ തൃശ്ശൂരിൻ്റെ ശബ്ദവും മുഖവുമായിരുന്ന എക്സ്പ്രസ് ദിനപത്രത്തിലെ ജീവനക്കാരും ബന്ധുക്കളും തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ ഒത്തുചേർന്നു. എക്സ്പ്രസ് മുഖ്യപത്രാധിപരും ഉടമയുമായിരുന്ന കെ ബാലകൃഷ്ണനെ മന്ത്രി കെ രാജനും കല്യാൺ ജ്വല്ലേഴ്സ് MD TS കല്യാണരാമനും ചേർന്ന് ആദരിച്ചു. മുൻ സ്പീക്കർ VM സുധീരൻ സ്മൃതി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തേറമ്പിൽ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എക്സ്പ്രസിലൂടെ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടത് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനായിരുന്നെന്ന് സുധീരൻ ഓർമ്മിച്ചു. എക്സ്പ്രസ് പത്രം വായിക്കാൻ എല്ലാവർക്കും ഓരോ കാരണമുണ്ടായിരുന്നുവെന്ന് മന്ത്രി കെ രാജനും ഓർമ്മിച്ചു. തൻ്റെ പേര് ആദ്യമായി അച്ചടിച്ചു വന്ന ഒരു പത്രത്തിൻ്റെ ഓർമ്മയാണ് കെ രാധാകൃഷ്ണൻ MP പങ്കിട്ടത്. ബാബു വെളപ്പായ എഴുതിയ എക്സ്പ്രസ് വഴികാട്ടിയ കനൽ എന്ന പുസ്തകം PJ ആൻ്റണി പരിചയപ്പെടുത്തി. KV ശ്രീധരൻ, TV ചന്ദ്രമോഹൻ, അലക്സാണ്ടർ സാം, ഷാജി ജോർജ്, N ശ്രീകുമാർ, VM രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്മൃതി കുടുംബസംഗമം സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. D മൂർത്തി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബാലകൃഷ്ണൻ കുന്നമ്പത്ത്, ഡേവിസ് കണ്ണനാക്കൽ, KO ഡേവിസ് എന്നിവർ സംസാരിച്ചു. K ബാലകൃഷ്ണന്റെ ഭാര്യ ചന്ദ്ര സന്നിഹിതയായിരുന്നു. ഏറ്റവും വലിയ കൗതുകമുണ്ട്. MLA ചെല്ലുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കെ കരുണാകരൻ്റെ ഓഫീസിൽ നിന്നും ആൾ വന്നിട്ടുണ്ട് എക്സ്പ്രസ് കൊണ്ടുപോകുന്നത്. ആ രീതിയിൽ കെ കരുണാകരനാകട്ടെ നേരത്തെ പറഞ്ഞതുപോലെ അത് നിയമസഭയിൽ ഉണ്ടായിരുന്ന KP പ്രഭാകരൻ എക്സ്പ്രസിന്റെ കുടുംബാംഗങ്ങളിൽ മാത്രമല്ല ആദിയും പറയലും ദുർഗാതരത്വവും ഉണ്ടായിരുന്നു. എക്സ്പ്രസിന്റെ വായനക്കാരും എക്സ്പ്രസിനെ സ്നേഹിക്കുന്നവരുമായ സാമാന്യ ഒരുമാതിരി മലയാളികളുടെയും പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരുടെയും എല്ലാം മനസ്സുകളിൽ നിറയുന്ന ഒരക്ഷരമാണ്, അല്ലെങ്കിൽ ഒരു പേരാണ്, ഒരു 4 അക്ഷരമാണ് എക്സ്പ്രസ് എന്ന വാക്ക്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരിക്കുന്ന കാലത്ത് വായിച്ചതും പഠിച്ചതും ചിന്തിക്കുന്നതുമായിട്ടുള്ള പത്രസ്ഥാപനമാണ് എക്സ്പ്രസ്. അതിന്റെ ബ്യൂറോയും അതിന്റെ ഹെഡ് ഓഫീസും എല്ലാം ഉൾപ്പെടുന്ന സ്ഥലം. ഇന്ത്യ മുന്നണിയെ കുറിച്ച് അതിൻ്റെ ആദ്യ ഇന്ത്യ മുന്നണി വേണം എന്ന് ഈ ലോകത്തിൽ ഒരു പക്ഷേ ആദ്യമായി പ്രവചിച്ച പത്രം കൂടിയാണ് എക്സ്പ്രസ് എന്ന് അഭിമാനപൂർവ്വം ഞാൻ പറയും. പ്രവചിക്കുന്നൊരു പത്രം. ഇന്ത്യ മുന്നണി ഉണ്ടാകണം, ഇന്ത്യ മുന്നണി ഉണ്ടായില്ലെങ്കിൽ ഈ മഹാഭാരതത്തിന് ദോഷം വരും എന്ന് ഒരു പ്രവാചകന്റെ ദീർഘദൃഷ്ടിയിൽ പറയാനുള്ള കരുത്തും കരളും ഉണ്ടായിരുന്ന ആ പത്രത്തിന്റെ എഡിറ്റോറിയല് ശ്രീ ബാബുവിന്റെ